ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ പറമ്പിലുള്ള കൊടിയെന്ന് കുറ്റിക്കുരുമുളകാക്കാൻ വേണ്ടി കുറേ തണ്ടൊക്കെ വെട്ടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ മുളക് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ആ ഒരെണ്ണം നമ്മൾ ഗ്രോ ബാഗിൽ നടാൻ പോവുകയാണേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറ്റിക്കുരുമുളകൊക്കെ നട്ടിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ. കാരണം എനിക്ക് നേരത്തെ ഒരു 10-40 അടുത്ത് ഗ്രോ ബാഗിൽ കുറ്റിക്കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തോളം നിറച്ച് വിളവും കിട്ടി കേട്ടോ. പിന്നെ നമ്മുടെ അതിൻ്റെ ഗ്രോ ബാഗൊക്കെ കേടായപ്പം പറമ്പിൽ കൊണ്ട് നട്ടു വയ്ക്കുവാണ് ഇത്. പല മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ കൊണ്ട് നട്ടു വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ മരത്തിൽ കൂടെ കയറി അങ്ങ് വളർന്ന് സ്പ്രെഡായിട്ട് പോകും. പിന്നെ നമ്മളതിന് അടിവളമായിട്ട് കോഴിവളവും ചാണകവെള്ളവും എല്ലാം കലക്കി ഒഴിച്ചാണ് നട്ടത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മുടെ കുറ്റിക്കുരുമുളക് നടുന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഗ്രോ ബാഗിൽ നടുന്ന കാര്യങ്ങളും ഞാനിവിടെ നേരത്തെ ഒരു കുറ്റിക്കുരുമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയും റിസൾട്ടും കാര്യങ്ങളും വളർച്ചയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ